നമസ്കാരം. ഞാനിന്ന് ഒരു വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മനസ്സിൽ തോന്നിയൊരു ഡയലോഗ് അത്രയേ ഉള്ളൂ. നമുക്കെല്ലാം അറിയാം, ഇന്ന് സ്ത്രീകളൊറ്റയ്ക്ക് ഒരു കുടുംബം നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കുട്ടികളെ വളർത്താൻ അവർ പാടുപെടുന്ന ആ ബുദ്ധിമുട്ടുകൾ എല്ലാം നമുക്ക് ഇന്ന് സുപരിചിതമാണ്. എല്ലാവരും കണ്ണും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ചെറിയ അഭിനയത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിവിടെ സൗകര്യങ്ങളില്ല വീഡിയോ എടുക്കാൻ. നമ്മുടെ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല എന്ന് വേണം പറയാൻ. അപ്പം വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കാം എന്ന്. അപ്പം ചെറിയൊരു ഡയലോഗ് അത്രയേ ഉള്ളൂ കേട്ടോ. പൊക്കുന്നോ എന്തോ ഒന്നും അറിയില്ല, എങ്കിലും നോക്കുകയാണ്. ആറ് വർഷമായി എൻ്റെ ചേട്ടൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും വീട്ടുകാര്യങ്ങൾക്കും എല്ലാം ഞാൻ തന്നെ കാശ് കണ്ടെത്തണം. എനിക്ക് 5 വയസ്സുള്ള ഒരു മകനുണ്ട്. അവനെ സ്കൂളിൽ അയക്കുന്നതായാലും അവൻ്റെ ചിലവിനായാലും എല്ലാ ഭാരവും ഞാൻ തന്നെ അറിയണം. എന്നെ എൻ്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിയതാണ് എൻ്റെ ചേട്ടൻ. ഇന്നിപ്പോൾ അദ്ദേഹം തളർച്ച ബാധിച്ച് ഒന്ന് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരേ കിടപ്പാണ്. അദ്ദേഹത്തിന് മാസം നല്ല ഒരു തുക വേണം വരുവാൻ. അതുകൂടാതെ വീട്ടിലെ ചിലവ്, കുഞ്ഞിനെ നോക്കണം, അവൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ അറിയണം. അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ വീട്ടുവേലയ്ക്ക് പോയി. ആ വീട്ടിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ ശമ്പളം തികയുന്നില്ല, മതിയാകുന്നില്ല. ചേട്ടന് മരുന്ന് വാങ്ങാനും കുഞ്ഞിൻ്റെ കാര്യം നോക്കാനും വീട്ടു ചിലവിനുമെല്ലാം ഉണ്ട്. അത് മതിയാകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ആ സാർ എന്നോട് പറഞ്ഞു, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, നീ എൻ്റെ കൂടെ പോരെ എന്ന്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു. നീ മാത്രമേ എൻ്റെ കൂടെ പോരാവൂ, നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരരുത്. അതുപോലെ പോരുമ്പോൾ നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്നെ നീ പോരണം. നിങ്ങൾ പറ, എൻ്റെ കുഞ്ഞ് ചലനമെത്തി കിടക്കുന്ന എൻ്റെ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം പോലും തനിയെ എടുത്ത് കുടിക്കാനാവതില്ലാത്ത എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എൻ്റെ നല്ല ഒരു ജീവിതമോർത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണോ? എൻ്റെ കുഞ്ഞിനെ ഓർത്ത് അവനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? എന്നെ പൊന്നുപോലെ നോക്കി ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച എൻ്റെ ഭർത്താവിൻ്റെ ഒരു അവശത കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകാൻ എന്നെ കൊണ്ടാകില്ല. എൻ്റെ പൊന്നോമനയെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പറ, എൻ്റെ ജീവിതമാണോ ഞാൻ നോക്കേണ്ടത്? എൻ്റെ സുഖം മാത്രമാണോ ഞാൻ നോക്കേണ്ടത്? ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മറ തന്നെയും കാത്തു നിൽക്കുന്ന എൻ്റെ പൊന്നുമോൻ, അവനെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. എന്നെ വയ്യാതെ കിടക്കുന്ന എൻ്റെ ചേട്ടനെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. നിങ്ങൾ പറ, എൻ്റെ സൗകര്യം നോക്കി ഞാൻ എൻ്റെ
സ്വാർത്ഥത മാത്രം ഓർത്തു പോകാൻ പറ്റുമോ? എൻ്റെ ജീവിതം മാത്രം നോക്കാൻ പറ്റുമോ? അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞതാ. ഞാൻ എന്ത് ചെയ്യണം?